2026 കോൺഗ്രസിന് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അതിന് ഇടയ്ക്കല്പം മങ്ങലേറ്റുവെങ്കിലും ഇപ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ്. നിലമ്പൂരിലെ വിജയത്തിൻ്റെ ഒരു ആവേശം ഇപ്പോൾ കൂടുതലായിട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവും കൂടി കോൺഗ്രസ് ആരംഭിച്ചിരിക്കുകയാണ്. നിയമസഭാ മണ്ഡലങ്ങളിലെ മത്സരിക്കുന്നവരുടെ ഒരു ഏകദേശ രൂപം കോൺഗ്രസ് തീർച്ചപ്പെടുത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇത് എന്തിനെന്ന് ചോദിച്ചാൽ BJP ചെയ്യുന്ന ഒരു മാതൃക കോൺഗ്രസും കൈക്കൊള്ളുന്നോ എന്ന് സംശയമുണ്ട്. അതായത് നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാൻ ഇറക്കുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ പോയി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അത് കൂടുതൽ ആക്കം കൂട്ടാൻ സാധിക്കും. അവിടെ മുതൽ താഴെത്തട്ട് മുതൽ ഈ നിയമസഭാ സ്ഥാനാർത്ഥിക്കും കൂടുതൽ പങ്കാളിത്തം വരുത്താനും കഴിയും എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് നമുക്കറിയാം സ്ഥിരമായിട്ട് ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ മലപ്പുറവും എറണാകുളവും ഈ രണ്ട് ജില്ലകൾ എപ്പോഴും കോൺഗ്രസിന് മുസ്ലിം ലീഗിനും അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. അത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ജില്ലകളും കോൺഗ്രസിനും ലീഗിനും തൂത്തുവാരിയെടുക്കാൻ കഴിയും. എപ്പോഴും ഈ കോൺഗ്രസിന് ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം. LDFിന്റെ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പോലും. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിന് മലപ്പുറത്തും. മലബാർ മേഖലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് തന്നെ ലീഗിന്റെ ഒരു പിൻബലത്തിൽ കൂടിയാണ്. പിന്നീട് അതുകൂടാതെ മറ്റ് ജില്ലകളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് വിജയ ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങൾ കൂടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജില്ലയിലേക്ക് നമ്മൾ പോയാൽ കോൺഗ്രസിന് നേടിയെടുക്കാവുന്ന ഒരു സീറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ LDFിന്റെ ആധിപത്യമാണുള്ളത്. അതില് ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആറന്മുള. ആറന്മുള മണ്ഡലം വീണ ജോർജിന്റെ കൈവശമാണ് ഇരിക്കുന്നത്. 2016 മുതൽ 2016ലും പിന്നീട് 2021ലും 2011ലാണ് മണ്ഡലം രൂപീകൃതമാകുന്നത്. 2016 വന്നിട്ട് സഭയുടെ നോമിനിയായി ഇറങ്ങുന്ന വീണ ജോർജ് ശിവദാസൻ നായരെ അവിടെ പരാജയപ്പെടുത്തുകയാണ്. ആറന്മുള വിമാനത്താവള സമരമൊക്കെ തന്നെ അവിടെ വലിയ അലയൊലികൾ സൃഷ്ടിച്ചതാണ്. അതിലൂടെയാണ് ശിവദാസൻ നായരുടെ പരാജയമൊക്കെ ഉണ്ടായത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കണമെന്നാണ് കോൺഗ്രസ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. 2016 അന്ന് അവിടെ മത്സരം നടക്കുമ്പോൾ അത് ത്രികോണ മത്സരം കൂടിയായിരുന്നു. അന്ന് MT രമേശാണ് BJPയിൽ നിന്ന് ആറന്മുളയിൽ മത്സരിക്കുന്നത്. 2021 വീണ ജോർജ് വീണ്ടും മത്സരിക്കുമ്പോൾ ഏതാണ്ട് ഭൂരിപക്ഷം 20,000-ഓളം കടന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ 2021 വരുമ്പോൾ വീണ ജോർജ് മന്ത്രിയായി മാറുകയും ചെയ്യുന്നു. അതോടുകൂടിയാണ് കേരളത്തിന് വലിയ ഒരു തിരിച്ചടിയും ഭരണവിരുദ്ധ വികാരത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതിന് ഈ ആരോഗ്യ വകുപ്പിനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് ആ ആറന്മുള മണ്ഡലത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അത് കേരളത്തിനെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. 2016 മികച്ച പ്രവർത്തനം ആരോഗ്യ വകുപ്പിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ശൈലജ ടീച്ചറിന് വലിയ ഒരു അംഗീകാരം കിട്ടുകയും ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചു വന്ന ശൈലജ ടീച്ചറിനാണ്. അപ്പോൾ പിന്നീട് കുറച്ചധികം 2021 എത്തിക്കഴിഞ്ഞപ്പോൾ ആരോഗ്യരംഗത്തും എല്ലാ രംഗത്തും നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുള്ള ഒരു PR വർക്കും കൂടി നടത്തി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ആ ആരോഗ്യ മേഖലയാണ് മുഴുവൻ 2021 വീണ ജോർജ് വന്നതോടുകൂടി തകർത്തെറിഞ്ഞു കളഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഹാരിസിന്റെ ചില വെളിപ്പെടുത്തലുകൾ, അതിനോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണുണ്ടായ ദാരുണാന്ത്യം,
ഇതൊക്കെ അതുപോലെ മറ്റ് പലയിടങ്ങളിലും മരുന്നില്ല, മന്ത്രമില്ല, ഡോക്ടർമാരില്ല, ജനങ്ങൾക്ക് വേണ്ടതായ തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പൊതുജന ആരോഗ്യത്തിലൂടെ വൻ തിരിച്ചടി സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് വീണ ജോർജിന് പരാജയം ഉണ്ടാകാൻ പോകുന്നത്. 1, ആരോഗ്യ രംഗത്തുണ്ടായ വലിയ പാളിച്ച. 2, ഭരണവിരുദ്ധ വികാരം. 3, പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുമായിട്ട് വീണ ജോർജ് ഉള്ള ഒരു അകൽച്ച. മുമ്പ് അടൂർ MLA-യും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ചിറ്റയം ഗോപകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വീണ ജോർജിന് ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അങ്ങനെ നിരന്തരമായി പാർട്ടിക്കാരിൽ നിന്ന് പോലും പരാതി ഉണ്ടാകുന്നുണ്ട്. അത് CPM-ന് അകത്ത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് ഈ 3 ഘടകങ്ങളും കൊണ്ട് അവിടെ വീണ ജോർജിന് വലിയ പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയാണ് കാണുന്നത്. BJP-യും അവിടെ വലിയ നോട്ടമിട്ടിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം 2016 അവിടെ MD രമേശ് മത്സരിച്ചു. ഇനിയിപ്പോൾ BJP ആലോചിക്കുന്നത് കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കുക. എന്തായാലും നേതൃനിരയിലെ പ്രഗത്ഭരായിട്ടുള്ളവ ആരെയെങ്കിലും തന്നെ ആയിരിക്കും അവിടെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തുക. ഇവിടെ മുമ്പ് ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻചാണ്ടിയുടെ മകളുടെ പേര് അച്ചൂമ്മന്റെ പേരും ഈ മണ്ഡലത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇത് കൊടുക്കുന്നത് മിക്കവാറും നിരയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അച്ചൂമ്മനെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെയും ഒരു യുവ നേതൃത്വത്തെ തന്നെ ഏൽപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. എന്തായാലും ഈ പഴുതടച്ചുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും കോൺഗ്രസ് ചില മണ്ഡലങ്ങളിൽ നടത്താൻ പോകുന്നത്. ചില മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജയം ഉറപ്പിക്കാൻ കഴിയുന്നത്, അല്പം ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാവുന്ന മണ്ഡലങ്ങൾ, ജയസാധ്യത ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൂടാതെ ഈ ഭരണവിരുദ്ധ വികാരത്തിലും ആ വകുപ്പുകളിലൂടെയും അവരവർ കൈകാര്യം ചെയ്ത വകുപ്പുകളിലൂടെയും ഉണ്ടായ പരാജയത്തിൽ ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലം എന്നുള്ള രീതിയിലുള്ള ഒന്നാണ് ആറന്മുള. ഇതുപോലെ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് അവിടെ മത്സരിച്ച് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആ മണ്ഡലവും ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ്. കോന്നി മണ്ഡലം ഇവർ മനഃപൂർവ്വം കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി തുലച്ചതാണ്. അത് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ്. കാരണം അവിടുത്തെ MLA കുറിച്ച് അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനീഷ് കുമാറിനെ കുറിച്ച് അടൂർ പ്രകാശിനെ തിരിച്ച് അവിടെ കൊണ്ടുവന്നാലും പത്തനംതിട്ട ജില്ലയിലെ ആ മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. പത്തനംതിട്ട ജില്ല ഇവർക്ക് കുറഞ്ഞത് ഒരു 3 സീറ്റെങ്കിലും കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.